ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഒരു മുട്ട ദോശയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 2 മുട്ട എടുത്ത് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് സവാള, തക്കാളി, മല്ലിയില, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു തവ അടുപ്പിലേക്ക് വെച്ച് തവ ചൂടായി വരുമ്പോഴേക്കും ദോശമാവ് ഒഴിച്ച് പരത്തി കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് പരത്തി കഴിയുമ്പോൾ ചിലപ്പം അവസാനം ആകുമ്പോഴേക്കും ദോശ കീറി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് പരത്തി അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ പൊട്ടിച്ച് കലക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. മുട്ടയൊഴിച്ച് നന്നായിട്ട് അതിൻ്റെ മേൽവശത്തെല്ലാം നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അന്നേരം ഇച്ചിരി കൂടി കളർഫുള്ളായിട്ടിരിക്കും ദോശ എടുത്തു വരുമ്പോഴേക്കും. ഞാനിതിലേക്ക് ഇത് കുഞ്ഞുങ്ങൾക്കുള്ളതായതുകൊണ്ട് അതിലേക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നന്നായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതിന് മുകളിലെല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് കറികളൊന്നും കൂടാതെ പ്രത്യേകിച്ച് ഇത് കഴിക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കറികൾ കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അവർക്ക് കറി ഇല്ലാതെ തന്നെ ഇത് കഴിക്കാം. ആ ഒരു നെയ്യുടെ ടേസ്റ്റും മുട്ടയുടെ ടേസ്റ്റും ഒക്കെ ആയിട്ട് വരുമ്പോഴേക്കും അവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിനുശേഷം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് ഒന്ന് മറിച്ചിട്ടത് കാരണമാണ് ഇത് ഒരു ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ തിരിച്ച് ഇടുമ്പോഴേക്കും മിക്കവാറും ഇന്ത്യയുടെ ഭൂപടമൊക്കെ ആയി കാണും ദോശ. അതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. അതൊന്ന് വീണ്ടും വെന്ത് വരുമ്പോഴേക്കും തിരിച്ചിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കുവാനായിട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് കറികൾ കൊടുക്കേണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.